ഹലോ, വെൽക്കം ടു ഗിരീസ് വേൾഡ്. നമ്മൾ എന്താ ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്നത്, അതായത് നമ്മൾ ചാർക്കോൾ, ബാംബു ചാർക്കോൾ ആണ്, നോസ് സ്ട്രിപ്പ് ആണ്. ആക്ച്വലി നമ്മളെ ഫേസസിൽ, നോസിൽ എസ്പെഷ്യലി ഉള്ള ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു പ്രത്യേക പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ അല്ല കേട്ടോ. ഇതിപ്പോൾ യൂസ് ചെയ്ത ഡോക്ടർ റാഷേഴ്സ് നോസ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ഈ ടൈപ്പ് ഏത് ചാർക്കോൾ കോമ്പോണൻ്റ് ഉള്ള നോസ് സ്ട്രിപ്സും നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഫേസസിലുള്ള ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. മിക്കവർക്കും അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ രണ്ട് രീതിയിൽ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും ബ്ലാക്ക് ഹെഡ്സ്. ഒന്ന്, നമ്മൾ ഒരു റോഡ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് സ്റ്റീം ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ പോർസ് ഒക്കെ ഓപ്പൺ ആകും. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്തെടുത്തിക്കുകയാണെങ്കിൽ നമുക്കത് പോരും. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പം സ്റ്റീം ചെയ്തൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, പെട്ടെന്ന് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ നോസ് സ്ട്രിപ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാം. അപ്പം നമ്മളൊരു സീരീസ് ഓഫ് ബ്യൂട്ടി ടിപ്സ് ഈ സമ്മറിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇത് ഇല്ല എങ്കിൽ, ഇപ്പം നോസ് സ്ട്രിപ്പ് വാങ്ങിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, നമുക്ക് നോർമലി സ്റ്റീം ചെയ്തെടുക്കുന്നതും ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പം എൻ്റെ ഫേസിൽ ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ ഫേസിൽ കണ്ടോ നിങ്ങൾ, കുറേ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. ഇങ്ങനെ തൊടുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരും. ഈ സമ്മർ സീസണിലൊക്കെ കൂടുതലാണ് കേട്ടോ വരുന്നത്. ഇത് ഓയിൽനെസ് ഒക്കെ ഉള്ള സമയത്ത്, ആക്ച്വലി നമ്മൾ ഫേസിൽ സെബേഷ്യസ് ഗ്ലാൻഡിൽ ഇങ്ങനെ സെബൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫേസിൽ ഇങ്ങനെ സ്വെറ്റൊക്കെ നിൽക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പം നമ്മൾ തീരെ ക്ലീൻ ആക്കാതെ വിടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് സ്ക്രബ് ചെയ്തെങ്കിലും നമ്മൾ ഫേസിൽ ഇങ്ങനെയുള്ള ഡെബ്രിസുകൾ റിമൂവ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അതായത് ഈ പ്രൊഡക്റ്റ് നമ്മളിപ്പം ഓപ്പൺ ചെയ്യാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ തരത്തിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പം നമ്മളതിൻ്റെ ഇത് വായിച്ചു നോക്കുക, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ആ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക. ചില പ്രൊഡക്ട്സ്, മിക്കവാറും ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് നമ്മൾ സ്കിന്ന് വെറ്റ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കാണ് ചെയ്യുക. എന്നിട്ട് ആ ഒരു വെറ്റ്നെസ്സിൽ ഇത് നമ്മുടെ സ്കിന്നുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഇങ്ങനെ പറിച്ച് കളയുന്ന പോലെയാണ്. ആ സമയത്ത് അതിലൊട്ടി നിൽക്കുന്ന ഇങ്ങനെയുള്ള ഈ പോർസിന് വരുന്ന ഈ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ അതിൽ സ്റ്റിക്ക് ചെയ്യും. നമ്മൾ ഇങ്ങനെ പറിച്ച് കളയുമ്പോൾ അതോടുകൂടെ പോരുകയാണ് ചെയ്യും. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ സ്കിന്ന് വെറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് കാണിച്ചത്, ചാർക്കോൾ സ്ട്രിപ്പ് എങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ചാർക്കോൾ സ്ട്രിപ്പ് വരുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. ഒട്ടിക്കേണ്ട സൈഡൊക്കെ ഇതിലുണ്ട്. ഇത് നമ്മളിങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുക. കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് സ്കിന്ന് വെറ്റ് ചെയ്യാം. വെള്ളം ഇതുപോലെ ഒരുപാട് തങ്ങി നിൽക്കണമെന്നില്ല, ജസ്റ്റ് വെറ്റായിട്ട് നിൽക്കണം. അപ്പം കംപ്ലീറ്റ് നമ്മൾ വൈപ്പ് ചെയ്യരുത്, ചെറിയൊരു വെറ്റ്നെസ് അവിടെ നിൽക്കണം. അപ്പം നല്ല ഒന്ന് എടുത്താൽ മതി. അഡീഷണൽ ആയിട്ട് വരുന്ന വാട്ടർ മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ സ്ട്രിപ്പ് നമുക്ക് അതിൻ്റെ പോലെ ഒട്ടിക്കാം. ഇതാണ് നമ്മുടെ നോസ് സ്ട്രിപ്പ്. നമ്മുടെ നോസ് ഇങ്ങനെയല്ലേ വരുന്നത്. ശരിക്കും അതിൻ്റെ മുകളിൽ തന്നെ ഒട്ടിച്ചിരിക്കണം. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സംഭവം ഇത് നല്ല സ്റ്റിക്കിയാണ് കേട്ടോ. നല്ല സ്റ്റിക്കിയാന്ന് പറഞ്ഞാൽ നല്ല സ്റ്റിക്കിയാണ്. ഞാൻ ഒട്ടിച്ചതിൽ ഈ പോർഷൻ കവറായില്ല. നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഈ പോർഷനും കൂടെ കവർ ചെയ്ത് ഒട്ടിക്കാം. അപ്പം ഇതിനിപ്പോൾ സ്റ്റിക്നെസ് കുറവാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അഡീഷണലി ആക്കി കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ അതിൽ വെള്ളമുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വരുന്ന ഈ വിടവുകളുണ്ടല്ലോ, ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പറിച്ചെടുക്കുമ്പം അതൊക്കെ പോരേണ്ടതാണ്. നമ്മുടെ അപ്കമിങ് വീഡിയോസിൽ ഇനി നമ്മൾ കുറേ മെത്തേഡ്സ് യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്ത് നമ്മുടെ ഫേസിലെ ഡെബ്രിസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പലതരത്തിലുള്ള പാക്കുകൾ, ഈ സമ്മറിൽ പ്രത്യേകിച്ചും നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ച് സ്കിന്ന്. ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് വിടണം കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ നമ്മൾ ലീവ് ചെയ്യണം.
അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ വർക്ക്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നതാണ്. കാരണം ഇത് ക്ലോക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് ടൈം പോവില്ല. അപ്പം നമുക്ക് ഇതും കൂടെ ചെയ്തിട്ട് വന്നിട്ട് പീൽ ഓഫ് ചെയ്യാം. പീൽ ഓഫ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ക്യാമറയിലൂടെ എത്രത്തോളം റിസൾട്ട്സ് വിസിബിൾ ആകുമെന്ന് അറിയില്ല. പക്ഷെ പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് എന്തായാലും ഞാൻ റിവീൽ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതോടെ തന്നെ. അപ്പം പിന്നെ ഓരോ പ്രൊഡക്റ്റ് ടു പ്രൊഡക്റ്റ് വേരി ചെയ്യും കേട്ടോ. സത്യം പറഞ്ഞാൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ പറിച്ച് ഒഴിവാക്കാനുള്ള നല്ല ടെംപ്റ്റേഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിലോ അല്ലെങ്കിൽ മുഖത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ കൂടുതലാണല്ലോ. ഇത് തൊടുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കരി വരുന്നുണ്ട് കേട്ടോ. ചാർക്കോൾ കണ്ടന്റ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതാണ് വരുന്നത്. നല്ല സ്റ്റിക്നെസ് ആണ് തൊടുന്ന സമയത്ത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും സോപ്പ് ഇട്ടിട്ട് വാഷ് ചെയ്യണം വേണ്ടിയിട്ട്. ഈ പീൽ ചെയ്യുന്ന സമയത്ത് മേ ബി ഇത് ബ്രേക്ക് ആവുക അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല. നമുക്കത് വാഷ് ഓഫ് ചെയ്തിട്ട് ഇത് പീൽ ചെയ്യാം. ഇത് പിടിച്ചെടുക്കാം കേട്ടോ. ഇത് ലൈവായിട്ട് കാണാം. കംപ്ലീറ്റ് ബ്ലാക്ക് ഹെഡ്സ് ആണ്. അത് വൃത്തിയിട്ട് കാണിക്കാം. കുറേയൊക്കെ നമുക്ക് റിമൂവ് ആയിട്ടുണ്ട്. കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു പെർസെൻറ്റേജ് റിമൂവ് ആയിട്ടുണ്ട്. ഇത് ബാത്റൂമിലെ വെളിച്ചത്തിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയാത്തതുകൊണ്ട് പുറത്തേക്ക് എടുത്തുകൊണ്ടൊന്ന് കാണിച്ചതാണ്. നന്നായിട്ട് പോന്നിട്ടുണ്ട്. ഫുള്ളി ഇനി തൊടല്ലേ, ഇത് സ്പ്രെഡാവും. കണ്ടോ, ഭയങ്കരമായിട്ട് പോന്നിട്ടുണ്ട്. വളരെ വലിയ ഹെഡ്സൊക്കെ ഇതൊക്കെ കുത്തനെ വന്നിട്ടുണ്ട്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ.